കേരളത്തിൽ സ്വകാര്യ വാഹനങ്ങൾ മറ്റുള്ളവർക്ക് സ്ഥിരമായി ഉപയോഗിക്കാൻ കൊടുത്താൽ ഇനി പണി കിട്ടും. കുടുംബാംഗങ്ങൾക്ക് സ്ഥിരമായി ഉപയോഗിക്കാം, പക്ഷേ അല്ലാത്തവർ പണമൊക്കെ കൊടുത്ത് ഉപയോഗിക്കാൻ നിന്നാൽ രജിസ്ട്രേഷൻ റദ്ദാക്കാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം. അപ്പോൾ 8ന്റെ പണി കിട്ടാതെ സൂക്ഷിച്ചുകൊള്ളുക. സ്വകാര്യ വാഹനങ്ങൾ അനധികൃതമായി വാടകയ്ക്ക് നൽകിയാൽ ആ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യുന്നതുൾപ്പെടെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നീക്കം. സ്വകാര്യ വാഹനങ്ങൾ പണമോ പ്രതിഫലമോ വാങ്ങി മറ്റുള്ള വ്യക്തികൾക്ക് കൊടുക്കുന്നത് ശിക്ഷാർഹമാണെന്ന് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നു. വാഹന ഉടമയുടെ കുടുംബാംഗങ്ങൾ വാഹനം സ്ഥിരമായി ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമല്ല. അതുപോലെ തന്നെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ അത്യാവശ്യ ഘട്ടങ്ങളിൽ പ്രതിഫലം കൂടാതെ വാഹനം ഉപയോഗിക്കാൻ നൽകുന്നതിലും തെറ്റില്ല. എന്നാൽ സ്വകാര്യ വാഹനങ്ങൾ സ്ഥിരമായി മറ്റു വ്യക്തികൾക്ക് ഉപയോഗിക്കാൻ നൽകിയാൽ അത് മോട്ടോർ വാഹന നിയമപ്രകാരം തെറ്റാണ്. സ്ഥിരമായി പല വ്യക്തികളെയും വിമാനത്താവളം, റെയിൽവേ സ്റ്റേഷൻ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ കൊണ്ടുവരികയോ കൊണ്ടുപോവുകയോ ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പത്രമാധ്യമങ്ങൾ വഴിയോ സോഷ്യൽ മീഡിയ വഴിയോ പരസ്യം നൽകി വാഹനങ്ങൾ മറ്റുള്ളവരുടെ ഉപയോഗത്തിന് കൊടുക്കുന്നതും ശിക്ഷാർഹമാണ്. 8 സീറ്റിൽ കൂടുതൽ ഘടിപ്പിച്ച വാഹനങ്ങൾ വാഹന ഉടമയുടെയും കുടുംബാംഗങ്ങളുടെയും മാത്രം ഉപയോഗത്തിന് വേണ്ടിയുള്ളതാണ്. ഇക്കാര്യം സത്യവാങ്മൂലം നൽകിയാണ് വാഹന ഉടമ അത് രജിസ്റ്റർ ചെയ്യുന്നത്. ഇത്തരം വാഹനങ്ങൾ മറ്റുള്ളവരുടെ ഉപയോഗത്തിന് വിട്ടുകൊടുക്കുന്നത് എന്താവശ്യത്തിനായാലും നിയമവിരുദ്ധമാണെന്നും മോട്ടോർ വാഹന വകുപ്പ് ഓർമ്മപ്പെടുത്തുന്നു. സ്വകാര്യ വാഹനങ്ങൾ വാടകയ്ക്ക് നൽകാൻ നിയമം അനുവദിക്കുന്നില്ല. എന്നാൽ മോട്ടോർ വാഹന നിയമപ്രകാരം റെന്റ് എ ക്യാബ് എന്ന നിയമാനുസൃത സംവിധാനം വഴി വാഹനങ്ങൾ വാടകയ്ക്ക് നൽകാൻ അനുമതിയുണ്ട്. ഇത്തരത്തിൽ വാഹനങ്ങൾ വാടകയ്ക്ക് നൽകുന്നതിനായി ലൈസൻസിന് അപേക്ഷിക്കുന്ന വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ 50-ൽ കുറയാത്ത ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് ഉള്ള വാഹനങ്ങളും മറ്റ് അനുബന്ധ സൗകര്യങ്ങളും ആവശ്യമാണ്. റെന്റ് എ മോട്ടോർ സൈക്കിൾ എന്ന സ്കീം പ്രകാരം ലൈസൻസും നിയമപ്രകാരം അനുവദനീയമാണ്. ഇത് മോട്ടോർ സൈക്കിളുകൾ വാടകയ്ക്ക് നൽകുന്നതിന് ഉപയോഗിക്കാം. റെന്റ് എ മോട്ടോർ സൈക്കിൾ സ്കീമിൽ ലൈസൻസിന് അപേക്ഷിക്കുന്നതിനായി ചുരുങ്ങിയത് 5 മോട്ടോർ സൈക്കിൾ ട്രാൻസ്പോർട്ട് വാഹനമായി രജിസ്റ്റർ ചെയ്തിരിക്കണമെന്നാണ് വ്യവസ്ഥ. ഇത്തരം വാഹനങ്ങളിൽ കറുത്ത പ്രതലത്തിൽ മഞ്ഞ നിറത്തിലുള്ള അക്ഷരങ്ങളിലാണ് രജിസ്ട്രേഷൻ നമ്പർ പ്രദർശിപ്പിക്കേണ്ടത്. റെന്റ് എ ക്യാബ് സ്കീമിൽ ഉൾപ്പെട്ട ഇലക്ട്രിക് വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ പച്ച പ്രതലത്തിൽ കറുത്ത അക്ഷരത്തിലാണ് പ്രദർശിപ്പിക്കേണ്ടത്. ന്യൂസ് ഡെസ്ക് NTV. NTV UAE to the world.